ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഉത്രാടത്തിന് നമ്മൾ പോയി ഡ്രസ്സ് എടുക്കാൻ പോയതും പിന്നെ കുറച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി നമ്മൾ നേരെ ആദ്യം SM-ലോട്ടാണ് പോയത്. SM-ൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് കയറാൻ നിന്നത്. പിന്നെ നമ്മൾ അങ്ങോട്ട് കയറാനോ ബില്ലടിക്കാനോ നമുക്ക് തുണി ഒന്ന് സെലക്ട് ചെയ്യാൻ പോലും നമുക്കൊന്നും പറ്റത്തില്ല. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് അപ്പം വണ്ടി എടുക്കാനായിട്ടൊക്കെ അപ്പം ആദ്യം അവിടെ എന്തോ പണി നടക്കുന്നതുകൊണ്ടൊക്കെ അവിടെ നിന്നൊക്കെ മാറ്റി. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഇപ്പോൾ കൃഷ്ണാസിലോട്ട് പോകാന്നുള്ള രീതിയിലാണ്. അവിടെ ഇനി എന്താവുമെന്ന് ഒന്നും അറിയത്തില്ല. അപ്പോൾ ഓണം സ്പെഷ്യൽ ആയതുകൊണ്ട് എല്ലായിടത്തും പൂക്കളും അതുപോലെ പച്ചക്കറികളും ഒക്കെ നന്നായിട്ട് എല്ലാം സെറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ എല്ലാം കാണാൻ നല്ല രസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കൃഷ്ണാസിലോട്ട് വന്ന് അപ്പോൾ അവിടെയും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ ഏട്ടൻ്റെ അമ്മയ്ക്ക് വേണ്ടിയുള്ള ഡ്രസ്സാണ് ആദ്യം നോക്കുന്നത്. സാരി സെലക്ട് ചെയ്യുവാണ്. അപ്പോൾ ഈ കൃഷ്ണാസിൽ നല്ല സാരിക്കും അതുപോലെ തന്നെ നമുക്ക് ഈ ബെഡ്ഷീറ്റിനൊക്കെ നല്ല അടിപൊളി കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ അതൊക്കെ എടുത്ത് അപ്പോൾ ഒന്നും നമുക്ക് നന്നായിട്ട് വീഡിയോ പിടിക്കാനോ ഒന്നും നമുക്ക് പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് പിന്നെ ഇവിടുത്തെ ഏട്ടൻ്റെ അച്ഛന് വേണ്ടി നമുക്ക് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുവാണ്. മുണ്ടും ഷർട്ടും കൂടെയൊക്കെ ആയിട്ട് അതുമൊക്കെ എടുത്ത് അപ്പോൾ പിന്നെ ഓരോരുത്തർക്കും അപ്പോൾ എനിക്ക് ലാസ്റ്റാണ് എടുക്കുന്നത്, ആച്ചുക്കുട്ടനും ആദ്യം. അപ്പോൾ അവർക്ക് വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും എടുത്തിട്ട് നമുക്ക് എടുക്കാമെന്നുള്ള രീതി. നമുക്ക് വീഡിയോ പിടിക്കാനും ഒന്നും പറ്റുന്നില്ല, അത്ര തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ചുരിദാറിൻ്റെ സെക്ഷനിലോട്ടും കുഞ്ഞിനും ഒക്കെ എടുത്ത് അവിടെ നിന്ന് ഡ്രസ്സും ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആച്ചുക്കുട്ടനെ ഭയങ്കര ടയേർഡായിരുന്നു, വിശന്ന്. പിന്നെ നമ്മൾ രണ്ടര മണിയൊക്കെ ആയി അന്നേരത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും ഫുഡ് കഴിച്ചാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു. ആച്ചുക്കുട്ടനെ നന്നായിട്ട് ക്ഷീണിച്ച് വിശന്ന് കുഴഞ്ഞപ്പോൾ നമ്മൾ തന്നെ വലിയവർക്ക് തന്നെ അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിന്നതുകൊണ്ട് പിന്നെ നമ്മൾ നേരെ പോയി. നമ്മൾ പോകുന്നത് ഹലായിസിലേക്ക് പോകാമെന്ന് വെച്ച് അവിടെ നല്ല അടിപൊളി ബിരിയാണി കിട്ടുമായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ അങ്ങോട്ട് പോയി. അങ്ങനെ അവിടെ പോയൊക്കെ ഇരുന്ന് അപ്പോൾ കുഴഞ്ഞിരിക്കുവാണ് എന്നൊക്കെ പറഞ്ഞ് ആച്ചുക്കുട്ടൻ്റെ മുഖം കാണുമ്പോഴേ അറിയാം നല്ല വിശപ്പും കാര്യങ്ങളും. അപ്പോൾ അടിപൊളി ബിരിയാണിയാണ് വന്നത്. ബീഫ് പറയാമെന്ന് വെച്ച് പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട ചിക്കൻ മതിയെന്ന് വെച്ച്. അപ്പോൾ നല്ല അടിപൊളി നമ്മൾ വിശന്ന് നിന്നിട്ടാണോ എന്തോന്ന് അറിയത്തില്ല, എന്നാലും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ആ ബിരിയാണി. ബീഫ് എന്ന് മാത്രമേ വരുന്നുള്ളൂ വായിൽ. പക്ഷേ അവിടെ ഒരു അച്ചാറ് കൊണ്ടുവച്ച്, നമ്മൾ ഈ ഈന്തപ്പഴം അച്ചാറ് അവർ നമ്മൾ എടുത്ത് തരുവൊന്നുമല്ല, ഒരു ഇതിനകത്ത് ഡിഷിനകത്ത് ഇങ്ങനെ എടുത്ത് വെക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമനുസരണം നമുക്ക് എടുക്കാം. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ജ്യൂസ് വെക്കും. പക്ഷേ ആ ജ്യൂസ് വലിയ നാരങ്ങ ജ്യൂസാണ്, പക്ഷേ ഭയങ്കര മധുരമായതുകൊണ്ട് നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ബില്ല് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് പല സെഷനിലുള്ള അച്ചാറുകളും കാര്യങ്ങളും ബീഫിൻ്റെയും അതുപോലെ തന്നെ മീനും നാരങ്ങായും എല്ലാ അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഗൾഫിൽ നിന്ന് കിട്ടുന്ന മസാല കൂട്ടുകൾ അതുപോലെ നല്ല ഈന്തപ്പഴവും കാരക്കയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതായിരുന്നു അവിടെ നിന്ന്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഈന്തപ്പഴം മേടിക്കാമെന്ന് വെച്ച്. അപ്പോൾ 100 ഗ്രാമിന് തന്നെ 80 രൂപയൊക്കെ ആയിരുന്നു. അന്നേരത്തേക്ക് ഇവിടെ കൊണ്ടുവന്ന് കളയണ്ടല്ലോ എന്ന് വെച്ച് കുറച്ച് മാത്രം മേടിക്കാമെന്ന് വെച്ചൊക്കെ നിൽക്കുവാണ്. അപ്പോൾ പിന്നെ ഇവിടുത്തെ കുറേ ഫോട്ടോസും അതുപോലെ തന്നെ ഈ പിന്നെ നമ്മുടെ സ്വീറ്റിൻ്റെ ഇതൊക്കെ നോക്കി നിൽക്കുമായിരുന്നു. നമ്മൾ കാണാത്ത പല കാര്യങ്ങളും ഒക്കെ അതിനകത്ത് നല്ല അടിപൊളി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം വേണ്ടത് മാത്രം നമ്മൾ കുറച്ച് മേടിച്ചിട്ട് നമ്മളപ്പോൾ അവിടുന്ന് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്ന് നമ്മളപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പം നീ വീട്ടിൽ ചെന്നിട്ട് നല്ല ജോലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിലോട്ടും ഒക്കെ ഒന്ന് പോകണം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പം നല്ല വെയിലുമായിരുന്നു. അവിടെ നിന്ന് മേടിച്ച ഈന്തപ്പഴമാണ്. 100 ഗ്രാമേ മേടിച്ചിട്ടുള്ളൂ, 80 രൂപയാണ്. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ ഈ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരത്തില്ല അതേ ടേസ്റ്റ് തന്നെ, കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പൂ മേടിക്കണം, അത്തമിടാനുള്ള പൂവും കുറച്ച് മേടിച്ച്. പണ്ടൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇലകളൊക്കെ പല സൈസിലുള്ള ഇലകളൊക്കെ ഇട്ടാണ് അരിഞ്ഞ് അത്തമൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് ഞങ്ങളുടെ കുഞ്ഞിലെയൊക്കെ.
പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് മസാലയൊക്കെ മേടിച്ച് പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് അച്ചാർ ഐറ്റംസൊക്കെ ഇടണമായിരുന്നു. ഇഞ്ചി അച്ചാറ്, മാങ്ങ അച്ചാറ്, പാവയ്ക്ക, കറുനാരങ്ങ ഇതെല്ലാം ഇടാനായിട്ടൊക്കെ നിൽക്കുവാണ്. അപ്പോൾ എല്ലാം രാത്രി ഒതുക്കി വെക്കുവാണെന്നത്തേക്ക് നമുക്ക് അത്രയും ജോലി പിറ്റേന്നാകുമ്പോഴത്തേക്ക് കാണത്തില്ലല്ലോ എന്ന് വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുവാണ്. അപ്പോൾ മോര് കാച്ചിയൊക്കെ കാളനുമൊക്കെ ചെയ്തൊക്കെ വെക്കാമെന്ന് വെച്ച് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് രാത്രി വീട്ടിലോട്ട് പോകാമെന്ന് വെച്ചത്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ തങ്ങാതെ ഇങ്ങനെ നേരെ വീട്ടിൽ ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ നിന്നാണ് ഫുഡ് ഉച്ചക്കത്തെ സദ്യയൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ വീണ്ടും അവിടെ പോകും. അങ്ങനെ നമ്മൾ മാങ്ങ അച്ചാറും നാരങ്ങ അച്ചാറും ഒക്കെ ഇടുവാണ്. അപ്പോൾ ഇഞ്ചി അച്ചാറാണ് ഇത് സൂവരിക്ക് ഈ പ്രാവശ്യം ഇട്ടത് വെച്ചിട്ട് ഇഞ്ചി അച്ചാറാണ് ഏറ്റവും, ഇഞ്ചിപ്പുളിയാണ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത്. മാങ്ങായും വലിയ കുഴപ്പമൊന്നുമില്ല, എല്ലാം നല്ല ടേസ്റ്റായിരുന്നു. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇഞ്ചിപ്പുളിയായിരുന്നു ഇഷ്ടപ്പെട്ടത്. അങ്ങനെ നമ്മൾ എല്ലാം റെഡിയാക്കി നമ്മൾ വീട്ടിലോട്ടൊക്കെ പോയി. പിറ്റേ ദിവസമായപ്പോഴത്തേക്ക് കുളിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അത്തമൊക്കെ ഇട്ട് നല്ല അടിപൊളി, നല്ല സിമ്പിളായിട്ടുള്ള വലിയ ഒത്തിരി ഇതായിട്ടൊന്നും ഇടാതെ സിമ്പിളായിട്ട് ഇത്തിരി അത്തമൊക്കെ ഇട്ട് പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള പരിപാടിയൊക്കെ നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് പായസം വെക്കാനൊക്കെ ഉള്ള രീതിയിലൊക്കെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ അടുത്ത വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്ത പായസം കൊണ്ട് തന്നു. അപ്പോൾ പിന്നെ അത് വെക്കണ്ടല്ലോ, ഞങ്ങൾ 3 പേരല്ലേ ഉള്ളെന്ന് വെച്ച്. അപ്പോൾ എനിക്കും അങ്ങനെ വലിയ മധുരമൊന്നും വലിയ ഇഷ്ടമില്ല, വാച്ചുവിൻ്റെ പപ്പാക്കും അങ്ങനെ വലിയതായിട്ട് ഇഷ്ടമില്ല. വാച്ചുക്കുട്ടന് മാത്രമാണ് ഈ മധുരം ഒത്തിരി ഇഷ്ടം. പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള പരിപാടിയൊക്കെ ആയി. അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തെ അടിപൊളി സദ്യയെല്ലാം കഴിച്ച്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ഓണം. താങ്ക് യു.